Audio Jungle. Audio Jungle. ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് അല്ലേ, അല്ലെങ്കിൽ ബഹുപദങ്ങളും സമവാക്യങ്ങളും. നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. രണ്ടാമത് പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഘടകങ്ങൾ എന്നാണ്, ഘടകങ്ങൾ. മൂന്നാമത് പഠിക്കാനുള്ളത് ജനറൽ സൊല്യൂഷൻസ് ആണ്, അത് കുറച്ചധികം പഠിക്കാനുണ്ട് അല്ലേ. നമ്മൾ വില എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ, വില, ജനറൽ സൊല്യൂഷൻസ്. ഓക്കെ, തൽക്കാലം അത്രയും നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്കറിയാം, പോളിനോമിയൽസിനെ സംബന്ധിച്ച് നമുക്കറിയാം അല്ലെ. ജസ്റ്റ് ഞാൻ നിന്ന് പറയുകയാണ്, ഇത് x+1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, അല്ലെങ്കിൽ ഒന്നാം കൃതി പോളിനോമിയലാണ്. കാരണം എക്സിന്റെ പവർ ഒന്നുമില്ല, അതിന്റെ അർത്ഥം എന്താണ്? എക്സിന്റെ പവർ 1 എന്നാണ്. x² + 2x ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. x³ + x² + x⁵5 + 7 ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോളിനോമിയൽ ഇവിടെ പവർ 3 ഉണ്ട്, ഇവിടെ എന്താണ് 2 ഉണ്ട്, ഇവിടെ ഒരു എക്സും കൂടി ഇരിക്കട്ടെ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ എന്താ ഉണ്ട് 5 ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഏതാണ്? 5 ആണ്. സോ ഇതിന്റെ ഡിഗ്രി അല്ലെങ്കിൽ കൃതി എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പറയടാ, ഇതെന്താണ്? ഇത് 5 ആണ്. ഓക്കെ, നമുക്കപ്പം ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം അല്ലെ. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് 193 പേജില്, പേജ് നമ്പർ 193 അല്ലെ, പേജ് നമ്പർ 193 മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x+2 ഇൻറ്റു എന്താണ്? x+5 ആണ്. x+2 ഇൻറ്റു x+5 ആണ്. എടാ നോക്കേ, നമുക്ക് എല്ലാത്തിനും അറിയാം. എടാ ഉരുതപ്പെട്ട എല്ലാവർക്കും അറിയാം. നോക്കണം, ഈ എക്സ് കൊണ്ട് ആദ്യം നമ്മൾ ഈ എക്സിനെ ഗുണിക്കണം, ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് ഈ എക്സ് കൊണ്ട് ഈ 5നെ ഗുണിക്കണം, സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത് ഈ 2 കൊണ്ട് എന്തിനെ ഗുണിക്കണം? ഈ എക്സിനെ ഗുണിക്കണം, തേർഡ് സ്റ്റെപ്പ്. നാലാമത് ഈ 2 കൊണ്ട് എന്തിനെ ഗുണിക്കണടാ? 5നെ ഗുണിക്കണം, ഫോർത്ത് സ്റ്റെപ്പ്. ഇത്രയും സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത് അല്ലെ. നമുക്കറിയാം, മൈനസ് വരുമ്പോൾ ചെറിയൊരു കോംപ്ലിക്കേഷൻ വരും, അത്ര വലിയ കോംപ്ലിക്കേഷൻ ഒന്നും അല്ല. മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അറിയാന്ന് പറഞ്ഞത് എന്താണ്? ഈസിയാണ് അല്ലടാ, സെറ്റ് ആണ്. x ഇൻറ്റു എക്സ് എത്രയാടാ? x ഇൻറ്റു എക്സ്, x². x ഇൻറ്റു 5 എത്രയാണ്? 5x. 2 ഇൻറ്റു എക്സ് 2x ഇൻറ്റു 2 ഇൻറ്റു 10 അല്ലെ, 2 ഇൻറ്റു 5 എത്ര ഇട്ടൂടാ? 10. അപ്പൊ എന്താണ് നമുക്ക്? x² + 7x + 10 എന്ന് കിട്ടും ഫസ്റ്റ്. ഓക്കെ ആണോടാ? സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? x+2 ഇൻറ്റു x−5. എടാ ഇത് ഇതേ കണക്ക് തന്നെ ചെയ്തേടാ, ഒരു മൈനസ് വരുന്നുള്ളൂ. x ഇൻറ്റു എക്സ് എന്താണ്? x². x ഇൻറ്റു -5, x ഇൻറ്റു -5, എക്സിന്റെ സൈൻ ഒന്നുകൂടി പ്ലസ് ആണ്. x ഇൻറ്റു -5 എന്ന് പറയുമ്പോൾ എന്താണ്? -5x പ്ലസ് 2 ഇൻറ്റു എക്സ് എന്താണ്? 2x. പിന്നെന്താ ഉണ്ട്? 2 ഇൻറ്റു -5, 2 ഇൻറ്റു -5 എന്ന് വെച്ചാൽ എന്താണ്? -10. അപ്പൊ എന്താണ്? x². ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, രണ്ട് ഓപ്പോസിറ്റ് സൈൻ ആണ്. ഇത് തമ്മിൽ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 കിട്ടും അല്ലേടാ. 3 കിട്ടാൻ വലുത് ഏതാടാ? 5x ആണ്. സോ വലുതിന്റെ സൈൻ കൊടുക്കണം. സോ എന്താണ്? -3x -10. സെറ്റ് ആണോടാ? സെറ്റ് ആണോ? ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തത് കൊടുക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തിരിച്ചാണ്. x−2 ഇൻറ്റു എന്താണ്? x+5 ആണ് അല്ലേടാ. എടാ നോക്കേ, x ഇൻറ്റു എക്സ് എന്തായാലും x². x ഇൻറ്റു 5x + 5x -2 ഇൻറ്റു എക്സ് -2x -2 ഇൻറ്റു 5 എത്ര വരും? -10. ചെയ്യുമ്പോൾ എന്തെങ്കിലും x² + 3x -10. ഓക്കെ ആണോ മക്കളെ? എടാ നിങ്ങളൊന്ന് നോക്കേ, നമ്മൾ ഇതിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ മേഡ് ചെയ്യാൻ പോവുകയാണ്. എടാ നോക്കേ, നിങ്ങൾ നോക്കേ, x ഇൻറ്റു എക്സ് നമ്മൾ ആദ്യം x² എഴുതി, ഈ 2ഉം 5ഉം കൂടെ നമ്മൾ കൂട്ടി, 2ഉം 5ഉം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയിടാ? 7 കിട്ടി. 7ന്റെ കൂടെ x ഇട്ട് കൊടുത്തു, 7x. ഈ 2ഉം 5ഉം കൂടെ നമ്മൾ എന്ത് ചെയ്തടാ? പിന്നെ എന്ത് ചെയ്തു? ഗുണിച്ചു. നമ്മൾ പിന്നെ എന്ത് ചെയ്തു? ഗുണിച്ചു അല്ലെ. അപ്പം പിന്നെന്താ കിട്ടി? 10 കിട്ടി. ഇവിടെ ഞാൻ ഈ എക്കും ബിക്കും വരെ ജനറൽ ആയിട്ട് 2 വാല്യൂസ് കൊടുക്കുകയാണ്. x+a ഇൻറ്റു എന്താടാ? x+b എന്ന് കൊടുക്കുകയാണ് അല്ലെ. x+a ഇൻറ്റു x+b = എന്താ വരുവാ? x². രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? a+b കൂട്ടണം, a+b ഇൻറ്റു എന്തിട്ട് കൊടുക്കണം? x ഇട്ട് കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യണം? എയും ബിയും തമ്മിൽ ഗുണിക്കണം.
ചെയ്യണം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ ഓക്കെ നമ്മൾ അതനുസരിച്ച് നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്താലോ. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5. ഇത് നോക്കേടാ. ആദ്യം എക്സ് സ്ക്വയർ എടുക്കണം. എക്സ് സ്ക്വയർ വളരെ ശ്രദ്ധിക്കണം, പ്ലസ് ഇട്ട് തന്നെ ചെയ്യണം. -2 -5 തൊട്ട് കൂട്ടണം. -2 പ്ലസ് -5 മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. ഇൻറ്റു എക്സ്. ഇനി എന്താണ് -2 ഇൻറ്റു -5. -2 ഇൻറ്റു -5 ഇവിടെ നോക്കണം. എക്സ് സ്ക്വയർ പ്ലസ് -2 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആവും. -5 അപ്പോൾ എത്ര വരും? -7x. ഇതെന്താ വരും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് 10. അപ്പോൾ എന്താ വരും? എക്സ് സ്ക്വയർ -7x പ്ലസ് 10. എടാ ഓക്കെ ആണോടാ? മക്കളെ സെറ്റ് ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഡൺ. ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു കാര്യത്തിലോട്ട് കിടക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ 4 ചോദ്യങ്ങളാണ് ടെക്സ്റ്റിൽ പ്രധാനമായിട്ടും തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണ്. എന്താണ്? ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണ്. ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്താ പറയും? ഘടകങ്ങൾ എന്ന് പറയും അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ 6 എന്ന് പറയാൻ നേരത്ത് 2 3 ഗുണിച്ചാൽ 6 കിട്ടും. 6 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 6 ഗുണിച്ചാൽ 6 കിട്ടും. അപ്പോൾ 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 1 2 3 6 ആണ് അല്ലേ? ഇതേപോലെ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാനും പഠിക്കാനും ഉള്ളത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ആണ്. ഏത് പോളിനോമിയൽസ് ആണ്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ആണ്. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിന്റെ ഫാക്ടേഴ്സ് എന്തായിരിക്കും? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. കാരണം സെക്കൻഡ് ഡിഗ്രിയേക്കാൾ താഴേക്കുള്ളതാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ പറയാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യന് മുമ്പായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പറയാം. നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സ് സ്ക്വയർ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന ട്രിക്ക് ഇതാണ്. 5x പ്ലസ് 6. എടാ ഓക്കെ ആണോ? സെക്കൻഡ് ഡിഗ്രി ആണ്. ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്. എടാ നമ്മളിപ്പോൾ ചെയ്ത എന്തുവാടാ? നമ്മളിപ്പോൾ ചെയ്തത് നമ്മൾ മൾട്ടിപ്ലിക്കേഷന് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ചെയ്ത് എന്താടാ? നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നുള്ള എന്താണ് എഴുതിയില്ല? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എന്താണ്? എ ബി. നമ്മൾ നോക്കേ, ഈ 2 സംഖ്യകൾ നമ്മൾ കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തന്നു, നമ്മളതിനെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഇനി നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തരും. ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ എന്താക്കണം? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആക്കി എഴുതണം. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൽ എന്താക്കി എഴുതണം? പ്രോഡക്റ്റ് ആക്കിയിട്ടാണ് നമുക്ക് എഴുതാനുള്ളത്. ഓക്കെ നമുക്ക് നോക്കാം എന്താണെന്ന്. സെറ്റാണോ നോക്കാം. എടാ നോക്കേ, നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ 5 എന്ന് പറഞ്ഞ സംഭവം നമ്മളിവിടെ കിടക്കുന്ന -5 ആണ്. ഞാൻ -5 ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ടാണ് അത് ഞാൻ ആദ്യം എടുത്തത്. പ്ലസ് 6. ഈ എയും ബിയും ഗുണിക്കുമ്പോഴാണ് നമുക്ക് പ്ലസ് 6 കിട്ടുന്നത്. എയും ബിയും കൂട്ടുമ്പോഴാണ്, കൂട്ടുക അല്ലെങ്കിൽ നെഗറ്റീവ് അഡിഷൻ, കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ ആഡ് ചെയ്യുമ്പോഴോ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴോ ആണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? -5 കിട്ടേണ്ടത്. ഓക്കെ ഡൺ ആണോ? അപ്പം 2 സംഖ്യകളുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഓക്കെ 2 സംഖ്യകളുണ്ട്. ആ 2 സംഖ്യകൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 6 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണോടാ? -5 കിട്ടണം. എടാ 6 കൊണ്ട് 6 മൾട്ടിപ്ലൈ ചെയ്താൽ 6 വരുന്ന 2 സംഖ്യകൾ ഏതൊക്കെ ഉണ്ടടാ? 2 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്, 6 ഉണ്ട്. എടാ 1 5 കൂടെ 1 2 3 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. ഓക്കെയാണ്. ഈ 2 3 കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? -5 ആണ്. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ 1 6 ഉണ്ട്. 1 6 ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? 6 തന്നെ കിട്ടും. പക്ഷെ 1 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ കിട്ടുന്നത്? 7 ആണ്. 1 6 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 6 നിന്ന് കുറച്ചാൽ എത്ര കിട്ടും? -5 കിട്ടും. ഓക്കെ ഒരു കൺഫ്യൂഷൻ ആണ്. നമുക്ക് ഈ 2 3 ആദ്യം എടുക്കാം. ഓക്കെ അവിടെ 7 കിട്ടുന്നതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാം. 2 3 എടുക്കാം. 2 3 എടുക്കുമ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്. എടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2ന്റെ സൈൻ മൈനസ് ആവണമെന്നല്ലേടാ? അപ്പൊ നമുക്ക് സംഖ്യകൾ -2 -3 എടുക്കാം. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടൂടാ? ഇമാരെ കൂട്ടുമ്പോൾ -5, ഇമാരെ ഗുണിക്കുമ്പോൾ എന്താ കിട്ടൂടാ? +6. അപ്പൊ നമുക്ക് സംഖ്യകൾ കിട്ടി. എന്താണ്? x-3 ഇൻറ്റു x-2. ഇതാണ് ഫാക്ടേഴ്സ്. ഇതാണ് ഈ പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ്. ഇതാണ് ഈ പോളിനോമിയലിന്റെ എന്താ പറയുന്നത്? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. പേജ് നമ്പർ 195.
പേജ് നമ്പർ 195 ഒരു 4 ചോദ്യങ്ങൾ കിടപ്പുണ്ട്. എന്താണ് ആ പേജ് നമ്പർ 195 ചോദ്യങ്ങൾ? റൈറ്റ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. നമ്മൾ ഈ തന്നിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിനെ എന്താക്കി എഴുതണം? പ്രോഡക്റ്റ് ആക്കി എഴുതണം. ചുവടെ തന്നിരിക്കുന്ന രണ്ടാം കൃതി സമവാക്യങ്ങളെ, രണ്ടാം കൃതി സമവാക്യം എന്ന് ഉപയോഗിച്ചുകൂടാ, ഓക്കെ, രണ്ടാം കൃതി ബഹുപദങ്ങളെ ഒന്നാം കൃതി ബഹുപദങ്ങളുടെ എന്താക്കി എഴുതുക? ഗുണനഫലമാക്കി എഴുതുക എന്നുള്ളതാണ് ചോദ്യം. എടാ നമുക്ക് ചെയ്യാം, ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6. എടാ നമ്മൾ സിമിലർലി നേരത്തെ ചെയ്ത കണക്ക് തന്നെ. എടാ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വേണം? -6 വേണം. എടാ ആഡ് ചെയ്യുമ്പോൾ എന്താ വേണം? ആഡ് അല്ലെങ്കിൽ നെഗറ്റീവ് അഡിഷൻ. ആഡ് ചെയ്യുമ്പോൾ എന്താ വേണം? എക്സ് പ്ലസ് എക്സ് ആണ്, അതിൻ്റെ കൂടെ കിടന്ന് എന്താണ്? 1 വേണം. എടാ ടിസ്റ്റ് ആണല്ലോടാ മോനെ. എടാ ഇത് ടിസ്റ്റ് ആണല്ലോടാ. നമുക്കറിയാം 6 കിട്ടണമെങ്കിൽ എന്താണ്ട് 1 × 6 ഉണ്ട്, 2 × 3 ഉണ്ട്. എടാ 1ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ 7 വരും. 1ഉം 6ഉം കുറച്ച് കഴിഞ്ഞാൽ എന്താ വരും? 5 വരുന്നത്. നമുക്ക് വേണ്ട 1 വേണ്ടത്. സോ നമുക്ക് ഇവനെ ക്യാൻസൽ ചെയ്യാം. 2 3 ഗുണിച്ച് 6 വരും. നമുക്ക് വേണ്ട മൈനസ് ആണ്, അവിടെ നിൽക്കട്ടെ. ഇനി 2 3 കൂട്ടിയ 5 വേണ്ടത്. പക്ഷെ 2 3 കുറച്ച് കഴിഞ്ഞാൽ എന്താ വരുന്നത്? 1 വരുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടേണ്ട സംഖ്യകൾ ഇവന്മാർ തന്നെയാണ്. സൈൻ അങ്ങോട്ട് മാറ്റി കൊടുക്കണം. എടാ -6 വരണം എന്ന് വെച്ച് ഇവന്റെ അർത്ഥം എന്താ? ഒന്നിലും -2 ആണ്, അല്ലെങ്കിൽ +3 ആവണം, അല്ലെങ്കിൽ -3 ആവണം, എന്താണ്? +2 ആവണം. എടാ ഇതെടുത്ത് ഗുണിക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷെ ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്താലോടാ? സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുമോ? ഇല്ല. അതിന് സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് -5 കിട്ടത്തുള്ളൂ. നമുക്ക് വേണ്ട +1 അല്ലേ? +1 ആണ് വേണ്ടത്. അല്ലെ സബ്സ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടൂടാ? തെറ്റിപ്പോയി. സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടൂടാ? 3 - 2 നമുക്ക് +1 കിട്ടും. ഇവിടെ എടുത്താലും നമ്മൾ ഗുണിക്കുമ്പോൾ എന്താ കിട്ടൂടാ? -6 കിട്ടും. പക്ഷെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴോ -5 കിട്ടുന്നത്. അപ്പം നമുക്ക് വേണ്ടവിടെ ഇതാണ് അല്ലേ? -2ഉം 3ഉം ഗുണിക്കുമ്പോൾ എത്ര കിട്ടൂടാ? -6. നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോഴോ, ആ സബ്സ്ട്രാക്ട് എന്ന് ഞാൻ പറയുന്നതാണ്, എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. -2 + 3 എത്ര കിട്ടൂടാ? +1. അപ്പം നമുക്ക് കിട്ടി ഏതൊക്കെയാണ് പ്രോഡക്റ്റ്? x + 3 × എന്താണടാ? x - 2. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് മക്കളെ പറയുന്നത്? രണ്ടാമത്തെ ചോദ്യം പറയുന്നു x² - x - 5 അല്ലേ? x² - x - 6 അല്ലെ? x² - x - 6. എടാ നേരെ കണക്ക് തന്നെയാണ്. എടാ ഇതേ സംഭവം തന്നെയാണ് അല്ലേ? അപ്പൊ നമുക്ക് -6 ആണ് വരേണ്ടത്, -1 ആണ് വരേണ്ടത്. അപ്പൊ നമ്മൾക്ക് എഴുതാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 വരണം, ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് അഡിഷൻ ചെയ്യുമ്പോൾ എന്താണ്? -1 വേണം. അത് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച നമ്പറാണ് -2ഉം -3ഉം ആണ് അല്ലേ? -2 അല്ലെങ്കിൽ നമുക്ക് സംഖ്യകൾ കിട്ടിയതാണ്. സംഖ്യകൾ കിട്ടുന്നത് 2ഉം 3ഉം ആണ്. ഇനി നമുക്ക് മൈനസ് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ -2വിനാണ് മൈനസ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഗുണിക്കുമ്പോൾ എത്ര കൂടാ? ഗുണിക്കുമ്പോൾ നമുക്ക് -6 കിട്ടും. ശരിയാ. പക്ഷെ കൂട്ടുമ്പോൾ +1 കിട്ടുന്നത്. നമ്മൾ നേരെ തിരിച്ചൊന്ന് മൈനസ് ഇട്ട് കൊടുക്കാം. -3ക്കാണ് നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 3ക്ക് മൈനസ് ഇടുകയാണെങ്കിൽ എത്രയാണ്? 3ക്ക് മൈനസ് ഇടുകയാണെങ്കിൽ കറക്റ്റാണ്. ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? -6 കിട്ടും. 2 + -3 എത്ര കിട്ടൂടാ? -1 കിട്ടും. അപ്പോൾ എഴുതിക്കൂടാ x - 3 × എന്താണ്? x + 2. സെറ്റ് ആണോടാ? മക്കളെ സെറ്റ് അല്ലേ? ഓക്കെ, കിടിലല്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേ. മൂന്നാമത്തെ ഒരു കിണ്ണം കാച്ചിയ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തോ പറയുന്നത്? x² + 7x + 6. അടിപൊളി. x² + 7x + 6. എടാ ടിസ്റ്റോടെ ടിസ്റ്റടാ. എടാ നോക്കടാ. എടാ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടണോടാ. എടാ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 7 കിട്ടണം. എടാ മക്കളെ ആലോചിച്ച് നോക്ക്. 6 കിട്ടുമ്പോൾ 2ഉം 3ഉം, പക്ഷെ 2ഉം 3ഉം കൂട്ടിയാൽ കിട്ടൂടാ. 2ഉം 3ഉം ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടും. പക്ഷെ 2ഉം 3ഉം ആഡ് ചെയ്താൽ 7 കിട്ടുമോ? ഇല്ല, 5 കിട്ടും. പിന്നെന്താ ഉണ്ടാ? 1ഉം ഉണ്ട് 6ഉം ഉണ്ട്. 1ഉം 6ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടും. 1ഉം 6ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 7 കിട്ടും. എന്തെങ്കിലും ടിസ്റ്റ് ഉണ്ടോ? ഒരു ടിസ്റ്റും ഇല്ല. അപ്പൊ ഡയറക്റ്റ് ഇടാം അല്ലേ? x + 6 × എന്താണ്? x + 1 എന്നല്ല. x + 6 × നമുക്ക് എന്താ ഇടാ? x + 1 എന്നല്ല. x + 6 × x + 1. ഓക്കെ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ x² - 7x + 6. എടാ സെയിം സാധനം തന്നെ. സെയിം സാധനം. എടാ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരേണ്ടത്? +6 ആ വരേണ്ടത്. എടാ ആഡ് ചെയ്യുമ്പോൾ എന്താ വരണോടാ? -7 വരണം. എടാ നമുക്ക് ഒരേ നമ്പരേ ഉള്ളൂ. നമുക്കറിയാം 1ഉം 6, മൾട്ടിപ്ലൈ ചെയ്താൽ 6, പക്ഷെ -7 വരണം. എടാ ആലോചിച്ച് നോക്കടാ. എടാ ഒരെണ്ണത്തിന് മൈനസ് ഇട്ട് കൊടുത്തത് 5 ആയി വരും. പക്ഷെ 2ന് മൈനസ് ഇട്ട് എന്താ അവിടെ? -1 +
-6 -1 എത്ര വരൂടാ -1 പ്ലസ് -6 എത്ര വരൂടാ -7. സോ എന്താ കിട്ടൂടാ x - 1 ഇൻറ്റു x - 6. എടാ സെറ്റ് അല്ലേ? അപ്പോൾ പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ അതിന് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ. സെറ്റ് അല്ലേ? എല്ലാവർക്കും ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് പേജ് നമ്പർ 197 ഒരു 4 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. പേജ് നമ്പർ 197 കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻസ് ആണ്. പേജ് നമ്പർ ഏതാണ്? പേജ് നമ്പർ 197 ആണ്. എടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നമ്മൾ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. x² പ്ലസ് 30x പ്ലസ് 221. ഒന്ന് ആലോചിച്ചു. x² പ്ലസ് 30x പ്ലസ് 221. എടാ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ഏതാടാ 221. സംഖ്യകൾ കൂടുമ്പോൾ കോംപ്ലിക്കേഷൻ ആകും. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടാനുള്ള എന്തുവാടാ 30 ആണ്. എടാ നമ്മൾ 30 വരണമെങ്കിൽ നമുക്കറിയാം ഏതൊക്കെ ഉണ്ട്. 10 ഉണ്ട്, 20 ഉണ്ട്. പക്ഷെ ഗുണിച്ചാൽ 200 തെറ്റി. 15 ഉണ്ട്, 15 ഉണ്ട്. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്ത 225 അടുത്ത വരത്ത് തെറ്റി. 14 ഉണ്ട്, 16 ഉണ്ട്. പക്ഷെ നമുക്ക് അറ്റത്തെ നമ്പർ എന്തോ പ്രോഡക്റ്റിൻ്റെ 1 ആണ്. ഇത് തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 24 ആണ്, 4 വരണം തെറ്റി. 17 ഉണ്ട്, 13 ഉണ്ട്. എടാ 7 3 തൊട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരൂടാ 7 × 3 21. അപ്പോൾ ഏകദേശം ഇത് ആയിരിക്കാം. കൂട്ടുമ്പോൾ 30 കിട്ടും. സംശയം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഗുണിച്ച് നോക്കുക. ഗുണിച്ച് നോക്കുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും 221. സെറ്റ്. നമ്മൾ ആളെ പൊക്കി ചൂണ്ടായിട്ട് നമ്മൾ ടീമിനെ അങ്ങ് പൊക്കി. ഇനി നമ്മൾ നോക്കാനുള്ള എന്താണ് ആളെ കിട്ടിക്കഴിഞ്ഞ് എക്സ് പ്ലസ് രണ്ടിടത്ത് പ്ലസ് അല്ലേ, ഒരു വ്യത്യാസമില്ല. അപ്പം എക്സ് പ്ലസ് 17 ഇൻറ്റു എന്താടാ എക്സ് പ്ലസ് 13 കിട്ടിക്കഴിഞ്ഞ് ആൻസർ കിട്ടിക്കഴിഞ്ഞ്. സെറ്റല്ലേടാ മക്കളെ? സെറ്റല്ലേ? ഇനി രണ്ടാമത്തെ എന്താടാ? രണ്ടാമത്തത് എക്സ് പ്ലസ് 4x x² പ്ലസ് 4x. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് x² പ്ലസ് 4x മൈനസ് 221. എടാ ഇത് കാണുമ്പോഴേ നമുക്കറിയാം 221 ഗുണിക്കണമെങ്കിൽ നമുക്കറിയാം. അതാണ്ട് നമുക്ക് സൈഡിലോട്ട് വീണ്ടും എഴുതാം, അല്ലെ ഇങ്ങോട്ടങ്ങ് എഴുതാം, ഒന്നും കൂടെ എഴുതാം. എടാ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 221 തന്നെ വേണം. പക്ഷെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 4 ആണ് വേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം? 4 വേണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 221 വേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ എന്താ വേണം? -4 വേണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണം? -4 ആണ് ആഡ് ചെയ്യുമ്പോൾ വേണ്ടത്. എടാ ചിന്തിക്കടാ. എടാ രണ്ട് സംഖ്യകൾ നമുക്ക് ഈ 17 13 തന്നെ എടുത്തു നോക്കണം. 17 13 ഗുണിക്കുമ്പോൾ എന്താ കിട്ടൂടാ 221. പക്ഷെ മൈനസ് വേണം. അതിൻ്റെ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരുത്തിന് മൈനസ് വേണമെന്ന്. ഇതിനകത്ത് ഏതെങ്കിലും ഒരുത്തിന് മൈനസ് വേണം. നമുക്ക് ഏതിന് മൈനസ് കൊടുക്കണം? 17 മൈനസ് കൊടുക്കുന്നതെങ്കിൽ ഗുണിക്കുമ്പോൾ -221 കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ വരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? മൈനസ് എത്ര കിട്ടും? ഇവിടെ -4 കിട്ടും. ഇവിടെ ആൻസർ എന്ത് വേണം? -4. നമുക്ക് വേണ്ട +4 അല്ലേ വേണം. നമുക്ക് +4 അല്ലേ വേണ്ട. അപ്പം നമുക്ക് തിരിച്ച് മൈനസ് കൊടുത്തു നോക്കാം. 17 -13. ഇവിടെ ഗുണിക്കുമ്പോൾ എന്താ കിട്ടൂടാ 221. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടൂടാ 17 പ്ലസ് -13 എത്ര കിട്ടൂടാ +4. അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം എന്താടാ എക്സ് പ്ലസ് 17 ഇൻറ്റു എന്താടാ എക്സ് മൈനസ് 13. തിസ്റ്റല്ലേടാ, അത് കൊള്ളാം. കിടില ക്വസ്റ്റ്യൻ അല്ലേടാ. കിടില ക്വസ്റ്റ്യൻ അല്ലേ? ഇനി നമുക്കൊരു ഒറ്റ ക്വസ്റ്റ്യനും കൂടാ. ഇതൊരു സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. x² പ്ലസ് എക്സ് മൈനസ് 156. എടാ ടിസ്റ്റ്. എടാ ഇതൊരു വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. എടാ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളൊന്ന് കൺഫ്യൂഷൻ ആവും. എടാ എൻ്റെ പൊന്നോ, എടാ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര ഞാൻ ചെയ്തെടുത്തേ പോരാ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര? -156. എടാ ആഡ് ചെയ്യാൻ നേരത്തെ എന്താടാ എക്സിൻ്റെ സ്ഥാനത്ത് എന്തുകൂടാ കിടന്ന 1. എന്ത് പാളി പശു വളർത്തി പാളിയാ. നമുക്ക് ട്രൈ ചെയ്യാം മക്കളെ. എടാ ആഡ് ചെയ്യുമ്പോഴോ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് 1 വരേണ്ടത്. എടാ അടുത്തടുത്ത് രണ്ട് സംഖ്യകൾ ആഡ് ചെയ്താൽ സബ്സ്ട്രാക്ട് ചെയ്താലല്ലോ നമുക്ക് 1 കിട്ടത്തുള്ളൂ. അടുത്തടുത്ത സംഖ്യകൾ ആയിരിക്കണ്ടേടാ. ഗുണിക്കുമ്പോൾ 156 വേണം. അറ്റത്ത് കിടന്ന നമ്പർ എത്രയാടാ 6. എന്ന് വെച്ചാൽ നമുക്കറിയാം 1 × 1 6 വരണം. അല്ലെങ്കിൽ എന്താ വരണം? 2 3 വരണം. അറ്റത്തെ സംഖ്യകൾ 2 3 വരണം. എടാ എന്തായാലും നമുക്ക് 1 6 വരത്തില്ല, 6. നമുക്ക് 11 16 എടുത്ത് നോക്കാം. 11 ഉണ്ട്, 16 ഉണ്ട്. നമ്മളിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അതായത് നമുക്ക് ഇവിടെ ഒന്നിട്ട് കൊടുക്കാം. 12 ഉണ്ട്, 13 ഉണ്ട്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ കുറേയധികം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും.
എടാ 11ഉം 16ഉം പക്ഷെ നമ്മൾ ഡിഫറൻസ് എടുത്താൽ ആഡ് ചെയ്താലും 1 വരുമോ? ഇല്ല. പക്ഷെ ഏകദേശം ഇവന്മാരുടെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എത്ര 1 കിട്ടുന്നുണ്ട്. നമ്മൾ ഇവന്മാരെ ഗുണിച്ച് നോക്കുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നുണ്ട്? 156. പക്ഷെ നമുക്ക് വേണ്ടത് മൈനസ് ആണ്. അതിൻ്റെ അർത്ഥം ഇതിൽ ഏത് വൃത്തം മൈനസ് ആണ്. പക്ഷേ ആഡ് ചെയ്യുമ്പോൾ എന്തോ വരേണ്ടത്? +1 ആണ്. അപ്പം നമ്മൾ വലുതിനായിരിക്കും പ്ലസ്. അപ്പം നമ്മൾ 13ന് പ്ലസ് ഇട്ട് കൊടുക്കാം. 13 ഇട്ട് കൊടുക്കാം. 13 നമുക്ക് പ്ലസ് ഇട്ട് കൊടുക്കണം. 13ന് പ്ലസ് ഇട്ട് കൊടുക്കാം. 13ന് പ്ലസ് 13 ഇൻറ്റു -12. ആൻസർ എത്ര ഇട്ടൂടാ? -156. ഇവിടെ ആഡ് ചെയ്യുമ്പോഴോ -12 + 13 എത്ര ഇട്ടൂടാ? എടാ പറയണ മക്കളെ എത്ര കിട്ടും? +1. അപ്പം ആൻസർ കിട്ടിക്കഴിഞ്ഞ് x - 12 ഇൻറ്റു x + 13. എടാ സെറ്റ് അല്ലേടാ? ഇതാണ് പോളിനോമിയലിൻ്റെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ